വിശേഷം ബഷീർ, ഒരു നിമിഷം, മറ്റൊരു പ്രതികരണം കൂടി വരികയാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ചേരുന്നു ഫോണിൽ. നമസ്കാരം. നമുക്ക് ഈ വിയോഗത്തെക്കുറിച്ച് ഇപ്പോൾ നേരത്തെ ടി മുഹമ്മദ് ബഷീറും പറയുകയായിരുന്നു. പാർട്ടിയെ സംബന്ധിച്ച് മാത്രമല്ല, കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് തന്നെ വലിയ നഷ്ടമാണ്. പ്രത്യേകിച്ച് ജില്ലയുടെ കാര്യം എടുത്താൽ തന്നെ കൊച്ചിക്ക് അദ്ദേഹം അത്രത്തോളം പ്രിയപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് തന്നെ ജില്ലയിലെ, പ്രത്യേകിച്ച് വ്യവസായ മന്ത്രിയായിരുന്ന സമയത്തൊക്കെ വ്യവസായശാലകൾ, അത് അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ട സമയത്തെ ഇടപെടൽ, അതുപോലെ ഈ ന്യൂവാൽസിനൊക്കെ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഇടപെടലൊക്കെ ഇപ്പോഴും ഓർക്കുന്നതാണ് നമ്മൾ. താങ്കൾക്ക് ഈ വിയോഗത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞങ്ങളെ സംബന്ധിച്ച് ഇബ്രാഹിം സാഹിബിന്റെ വിയോഗം എന്ന് പറയുന്നത് ഞങ്ങള് മുസ്ലിം ലീഗുകാരെ സംബന്ധിച്ച് അതിനൊരു ഒരു ലിമിറ്റില്ലാത്ത ഒരു നഷ്ടമാണ്. ഞങ്ങൾക്ക് എങ്ങനെ അതിനെ താരതമ്യപ്പെടുത്തുമെന്ന് അറിയില്ല. കഴിഞ്ഞ ഈ 2 ദിവസം മുമ്പ് വരെ ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു പെട്ടെന്നുള്ള ഒരു പോക്കിനെ കുറിച്ചുള്ളൊരു ചിന്ത പോലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഇനി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴാണ്, അതിനുശേഷം ഡോക്ടർമാരോട് സംസാരിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു സീരിയസ്നെസ്, അത് തിരിച്ചു വരും എന്ന തോന്നൽ നമുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ഈ കുറഞ്ഞ ഒരു 2-3 പതിറ്റാണ്ടുകളോളം ഈ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും UDF രാഷ്ട്രീയത്തിലും ഒക്കെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതിനൊരു താരതമ്യം ഉണ്ടായിരുന്നില്ല. അപ്പോ അത് ഇനി അതിനെ എങ്ങനെയാണ് അതിനെ വർണ്ണിക്കേണ്ടതെന്ന് അറിയില്ല. പക്ഷേ ഏതായാലും ഒരു മന്ത്രി എന്ന നിലയിൽ വലിയ വിജയമായിരുന്നു അദ്ദേഹം. വിജയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും ആക്സസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗുകാരനെ സംബന്ധിച്ച് ഏതൊരു വിഷയത്തിലും ഒരു പരിഹാരമായിട്ട്, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ, എറണാകുളം മാത്രം അദ്ദേഹത്തെ പറയാൻ പറ്റില്ല, തെക്കൻ കേരളത്തിൽ ഉടനീളം തന്നെ, കേരളം ഒട്ടുക്ക് തന്നെ മുസ്ലിം ലീഗുകാർക്ക് പെട്ടെന്ന് ചെന്ന് കയറി ചെല്ലാവുന്ന ഒരു സ്ഥലം, ഒരു പരിഹാരത്തിനായി എത്താവുന്ന ഒരു സ്ഥലമായിരുന്നു അത്. ഒരു വല്ലാത്തൊരു, ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഇത്ര പെട്ടെന്നുള്ള ഒരു പോക്ക് ഞങ്ങൾ കരുതി സൂവില്ലായിരുന്നു അദ്ദേഹത്തിന്, അത് ഞങ്ങൾക്ക് എല്ലാം അറിയാമായിരുന്നു. പക്ഷേ പതുക്കെ അദ്ദേഹം തിരിച്ചു വരുന്ന, റിക്കവർ ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അത് ഈ മിനിഞ്ഞാന്ന് വരെ, ഉച്ചവരെ അദ്ദേഹം എല്ലാവരോടും ഒക്കെ സംസാരിച്ചു. കഴിഞ്ഞ ബഷീർ തങ്ങളോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. റഷീദ് തങ്ങളുമായിട്ട് കഴിഞ്ഞ ദിവസം സ്വാഭാവികമായി സംസാരിച്ച് കയറി പോയതാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരു പെട്ടെന്നുള്ള പോക്കിനെ കുറിച്ച്, ഇത് അവസാനം ഒരു ദിവസം കൊണ്ടുള്ള സിങ്കിങ് ആണ് ഇപ്പോൾ സംഭവിച്ചത്. തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. ലീഗുകാരെ സംബന്ധിച്ച് അതിനൊരു, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ മുസ്ലിം ലീഗുകാരെ സംബന്ധിച്ച് അതിനൊരു മറുപടി പറയാനില്ല. ശരി, ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് നന്ദി.